നിലമ്പൂരിൽ വൈദ്യുതിക്കണിയിൽ കുരുങ്ങി കൊല്ലപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇന്ന് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. 10:30 ധർണ തുടങ്ങുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്യും. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, നിലമ്പൂരിൽ ഇത് പ്രചരണത്തിൽ നിന്നും മാറി ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ ദിനം കൂടിയാണ്. വിവരം എന്താണ്? തീർച്ചയായിട്ടും നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തു എന്ന വിദ്യാർത്ഥി മീൻ പിടിക്കാൻ പോകുന്നതിനിടെ വൈദ്യുതി കെണിയിൽ കുടുങ്ങി ജീവൻ നഷ്ടമാവുന്ന ഒരു സ്ഥിതി. ഏതായാലും ഈ സംഭവത്തിന് കാരണം അത് വനം വകുപ്പിൻ്റെയും ഒപ്പം KSEBയുടെയും അനാസ്ഥയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതുതന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നത്. ഇന്ന് രാവിലെ ഒരു 10:30 തന്നെ മോഹൻ ജോർജിൻ്റെ ധർണ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ ആരംഭിക്കും. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണ് ഈ ധർണ സമരം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമൊക്കെ അവർ വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും വലിയ രാഷ്ട്രീയ മുതലെടുപ്പ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ വിഷയം അഡ്രസ്സ് ചെയ്യാതെ, അതായത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, അതുപോലെ തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടുത്തെ കാതലായ പ്രശ്നങ്ങൾ എന്നിരിക്കെ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അതിലൊരു പരിഹാരം കാണുകയോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം പഴിചാരുകയും അതിൽ ഈ സംഭവത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നുള്ളതാണ് NDA ആരോപിച്ചിരുന്നത്. കാരണം ഇടതുപക്ഷം പറയുന്നത് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ അനന്തുവിൻ്റെ മരണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ട്, പ്രതിയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകനാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ UDF ഈ ഇടതുപക്ഷം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇടതുപക്ഷമാണ് ഇതിന് ഉത്തരവാദി എന്ന തരത്തിൽ ഈ കോൺഗ്രസും അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJPയും NDAയും ഉന്നയിക്കുന്നത്. പക്ഷേ ഇതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്നുള്ളത് ജനങ്ങളുടെ, മലയോര ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അനന്തു എന്ന 15-കാരന് ജീവൻ നഷ്ടമായ ഈ സംഭവം എന്നുള്ളതാണ് പ്രധാനമായിട്ടും NDA ആരോപിക്കുന്നത്, BJP ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഒരു ധർണാ സമരം വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും 10:30 തന്നെ K. സുരേന്ദ്രൻ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഈ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനന്തുവിൻ്റെ കൊലപാതകത്തിൽ പ്രതിയെ ഇന്നലെ തന്നെ പിടികൂടുകയുണ്ടായി. ആ വിനീഷ് എന്ന പ്രതിയെ പോലീസ് ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രതിയുടെ ഫോൺ കോൾ രേഖകളും മറ്റും പരിശോധിക്കുന്നുണ്ട്. ശരിയാണ്.